കുറേ പേര് ചോദിച്ചു, പ്രവീണാണോ എനിക്ക് ചാനൽ തിരികെ തന്നതെന്ന്. ഫെയർ യൂസ് പോളിസിയെ കുറിച്ച് അറിയില്ലെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ചാനൽ കോപ്പറേറ്റ് സ്ട്രൈക്ക് വന്നിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മുടെ തമ്മിൽ കണ്ടതുപോലെ തന്നെ എന്റെ ചാനൽ തിരികെ കിട്ടിയ വിവരം നിങ്ങളെ സന്തോഷത്തോടു കൂടി അറിയിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഫെയറി ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇനി നമുക്ക് മാറ്ററിലോട്ട് വരാം കേട്ടോ. കുറേ പേർക്ക് അറിയാം, ഞാൻ പ്രവീണിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്ക് പ്രവീൺ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കല്ല, ആ ഒരു ക്ലിപ്പിനെതിരെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നത് വിവരമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് എന്റെ ചാനൽ തിരികെ കിട്ടി. ആ കിട്ടിയത് എങ്ങനെയാണ് എന്ന് ഞാൻ വന്ന് പറയേണ്ട ഒരു ബാധ്യത എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ എന്റെ ചാനൽ പോയ സമയത്ത് നിങ്ങളോട് വന്ന് പറഞ്ഞു എന്റെ ചാനൽ ഇങ്ങനെ പോവാണ്, പ്രവീൺ ഇങ്ങനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്തു. ചേച്ചി ഞങ്ങൾക്ക് കൂടെ ഉണ്ട്, ചേച്ചി പുതിയ ചാനലായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് പോവുകയാണെങ്കിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി ഒത്തിരി ആശ്വസിപ്പിച്ചതാണ്. എനിക്ക് ഒരു 3500 സബ്സ്ക്രൈബറിലായിരുന്നത്, എനിക്ക് തോന്നുന്നു ഒരു 3000 പേരൊക്കെ അധികം സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട്, അങ്ങനെയുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ ഡയറക്റ്റ് വന്ന് പറയണ്ടേ. അല്ലാതെ ഇപ്പോൾ ഈ ചാനൽ കാണുമ്പോൾ പ്രസൻസിൽ ഉള്ളപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും ഓൾറെഡി ചാനൽ പോയിട്ടില്ല എന്ന്. പക്ഷെ അങ്ങനെ മനസ്സിലാക്കേണ്ട ആൾക്കാരല്ല നിങ്ങൾ. ഞാൻ ഡയറക്റ്റ് തന്നെ വന്ന് നിങ്ങളോട് പറയണം എങ്ങനെയാണ് എൻ്റെ ചാനൽ തിരികെ കിട്ടിയതെന്നും അതിൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനി കുറച്ച് പേര്, ഞാൻ വേറെ കാര്യം പറയാം. ഇപ്പോഴും അധികം പേര് വിചാരിക്കുന്നത് ഞാൻ പ്രവീണിനെ എന്തോ തെറ്റ് ചെയ്തു, ചേച്ചിക്ക് വേറെ പണിയില്ലേ, നിങ്ങളൊരു ടീച്ചറല്ലേ, നിങ്ങൾ എന്തിനാ മറ്റുള്ളവരുടെ കുടുംബകാര്യത്തിൽ കയറി ഇടപെടുന്നത്, ഇങ്ങനെ കുറേ നെഗറ്റീവ് കമന്റ്സ് ഇപ്പോഴും വരുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർക്കല്ലോ ആദ്യത്തെ ആ വീഡിയോ, ഞാൻ പ്രവീണിനെതിരെ എടുത്ത ആദ്യത്തെ ആ ഒരു വീഡിയോ അവർ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഈ രണ്ടാമത്തെ വീഡിയോയ്ക്ക് ഇങ്ങനെ എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് എന്റെ ചാനൽ തിരികെ കിട്ടിയെന്ന് മാത്രമല്ല, പ്രവീൺ ഏത് വീഡിയോയ്ക്കാണോ എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തത് ആ ഒരു വീഡിയോയും കൂടി എനിക്ക് തിരികെ കിട്ടി. അതാണ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. കാരണം സന്തോഷം മീൻസ് വേറൊന്നും കൊണ്ടല്ല, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ പറ്റി, ജനങ്ങളോട് ബോധ്യപ്പെടുത്താൻ പറ്റിയ ഒരു ആ വീഡിയോ ഇപ്പം വീണ്ടും എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് അത് ഏത് വീഡിയോ ആണ് ചെയ്തത് എന്ന് അറിഞ്ഞുകൂടാതെ എന്നെ കമന്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും പോയി ആ വീഡിയോ കാണും. ഇനി ഞാൻ എങ്ങനെയാണ്, കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി എങ്ങനെയാണ് ചാനൽ തിരികെ കിട്ടിയത്, പ്രവീണാണോ തിരിച്ചു തന്നത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ആൻസർ ഞാൻ പറയാം. ഒരിക്കലും അല്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഞാൻ ആ ഒരു സംഭവം എടുത്ത് ഇട്ട സമയത്ത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തു, എൻ്റെ ചാനൽ ഫുൾ ഫ്രീസ് ആയി പോയി എന്ന് ഞാൻ പറഞ്ഞു. ആ ഫ്രീസ് ആകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എനിക്ക് 2 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു. മീൻ 2 years ബാക്ക് 2023 ആ സമയത്ത് ജയിലർ അല്ലയോ അങ്ങനെ ഏതാണ്ട് 2 മൂവിയുടെ എന്ന് പറയുമ്പോൾ മോള് അന്നത്തെ അത്രയ്ക്കുള്ള ഒരു നോളജ് ഇല്ലായിരുന്നു, ഈ യൂട്യൂബിന്റെ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അറിയില്ലായിരുന്നു. ആ ഒരു സമയത്ത് അവളൊരു ഡേ ഇൻ മൈ ലൈഫ്, അതായത് ഡേ ഇൻ അവർ ലൈഫ് എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം ചെയ്തപ്പോൾ ഞങ്ങൾ ലുലുമാളിൽ പോകുന്നതും അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതും പിന്നെ അത് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോയി സിനിമ കണ്ട ആ ഒരു ക്ലിപ്പ്, തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് എന്തൊരു ചെറിയൊരു ക്ലിപ്പ് ഇട്ടാലല്ലേ കാണാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആ ക്ലിപ്പിന്റെ എന്തോ എഴുതി കാണിക്കുന്ന ഒരു ഭാഗം എന്തോ ആണ് ഇട്ടത്. അതോടെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്ന് പോയി, അല്ലാതെ വേറൊന്നും കാണിച്ചിട്ടല്ല കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതുപോലെ എന്തെങ്കിലും കാണിച്ചിട്ടാണെന്ന്. ഒരിക്കലും അല്ല. അങ്ങനെയാണ് 2 പോയത്. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു 90 days കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും എന്ന് വിചാരിച്ചിട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നപ്പോഴാണ് അത് ശ്രദ്ധിച്ചതും അതിനെതിരെ മോൻ യൂട്യൂബിന് നമ്മുടെ റിക്വസ്റ്റ് കൊടുത്തു. അപ്പോൾ 3 സ്ട്രൈക്ക് ഓൾറെഡി കിടന്നു. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് വന്ന ഒരു മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 10 days സമയം ചോദിച്ചിട്ടാണ് വന്നത്. 10 days എന്ന് പറയുന്നത് പ്രവീണിന് അവര് മെയിൽ ചെയ്തിട്ടുണ്ട്. പ്രവീണ് എനിക്കെതിരെ, അതായത് ഞാൻ ഫെയർ അല്ല എന്ന് പ്രവീണിന് കാണിക്കാൻ പറ്റണം, എന്നാൽ മാത്രമേ എന്റെ ചാനൽ തിരികെ കിട്ടത്തുള്ളൂ. അപ്പോൾ 10 days കഴിഞ്ഞിട്ടും എനിക്ക് ഒന്നും വന്നില്ല യൂട്യൂബിൽ നിന്ന്. പിന്നെ 10 days ആയപ്പോൾ എനിക്ക് വീണ്ടും ഒരു മെയിൽ വന്നു, 15 days, വീണ്ടും അവരോട് ഒരു 5 days കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും മെയിൽ വന്നു. അങ്ങനെ ആ 15 days ഇപ്പം എനിങ്ങാന്ന് കഴിഞ്ഞതേ ഉള്ളൂ. 15 days കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിലുള്ള എല്ലാ സ്ട്രൈക്കും, അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രവീണിനോട് എനിക്കൊരു താങ്ക്സ് ഉള്ളത്, പ്രവീൺ ഇപ്പം ഇങ്ങനെ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തത് കൊണ്ടാണ് എനിക്ക് ഓൾറെഡി നിലവിലുണ്ടായിരുന്ന 2 സ്ട്രൈക്കും കൂടെ പോയി കിട്ടി. അപ്പം 3 സ്ട്രൈക്കും ഇല്ലാതെ ഇപ്പം കംപ്ലീറ്റ്ലി ഒരു സ്ട്രൈക്കും ഇല്ലാത്തൊരു ചാനലായിട്ട് ഞാൻ മാറി. അപ്പം ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾ കുറേ പേര് പറഞ്ഞു ഞാൻ അവരുടെ കണ്ടന്റ് എടുത്തു, മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ
തന്നെ വരും, ചേച്ചിക്ക് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഈ ഒരു കാര്യത്തിൽ ഞാൻ യൂട്യൂബിനോട് നന്ദി പറയുകയാണ്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ സമൂഹത്തിൽ ഒരു 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 നിലവിലുള്ള ഒരു വാഴ്ചയാണ്. അതായത് പിന്നെ എന്ത് കാര്യം എടുത്താലും, ഒരു പോലീസ് സ്റ്റേഷന്റെ കാര്യം എടുത്താലും, കോടതിയുടെ എന്ത് കാര്യം എടുത്താലും പണക്കാരനും പാവപ്പെട്ടവരിനും ഒക്കെ 2 റൂൾസാണ് അല്ലെ. ഈവൻ ഈ അടുത്തിടെ ഹണി റോസിന്റെ ഒരു കാര്യം തന്നെ എടുക്കാം. ഹണി റോസ് ഒരു കംപ്ലൈന്റ് കൊടുത്തപ്പോൾ എത്ര പെട്ടെന്നല്ലേ അതിന് ആക്ഷനൊക്കെ ഉണ്ടായത്. പക്ഷേ ഒരു സാധാരണ സ്ത്രീകൾ എത്രയോ പേര് ഇതിനപ്പുറത്തുള്ള കേസുകൾ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവാറുണ്ടോ? ഇല്ല. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയമാവട്ടെ പോലീസ് സ്റ്റേഷനിലാവട്ടെ, ഇത് എന്ത് ഫീൽഡ് എടുത്താലും അവിടെ എല്ലാം നമുക്ക് സ്വാധീനം വേണം. സ്വാധീനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും, അല്ലാത്തവർക്ക് കാര്യം നടക്കത്തില്ല. ഇങ്ങനെയുള്ള ഇരിക്കുമ്പോൾ ഒരു യൂട്യൂബിനകത്ത്, യൂട്യൂബ് പാർട്ണർ എന്നാണ് ഇപ്പൊ നമ്മളെയൊക്കെ ഇങ്ങനെയുള്ളവരെ അറിയപ്പെടുന്നത്. ആ യൂട്യൂബിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ നീതിയാണ്. അതെന്നെ ഒരുപാട് ഞാൻ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ കൂടി കടന്നു പോയപ്പോൾ എനിക്കത് മനസ്സിലായി. അതെന്നെ ഒരുപാട് അതിശയിപ്പിച്ച ഒരു കാര്യമാണ്. കാരണം യൂട്യൂബിനെ സംബന്ധിച്ച് അങ്ങനെ എല്ലാവരും തുല്യരാണ്. അതിനകത്ത് 40 സബ്സ്ക്രൈബർ ആയാലും 4000 സബ്സ്ക്രൈബർ ആയാലും ഇനി 4 ലക്ഷം ആയാലും 40 ലക്ഷം ആയാലും 4 കോടി ആയാലും എല്ലാം റൂൾസ് ഒന്ന് തന്നെയാണ് എല്ലാവർക്കും. സോ അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ എൻ്റെ ചാനലിൽ ഇരുന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നതും. അതല്ലാതെ അയ്യോ അത് 40 ലക്ഷത്തിൻ്റെതാണ് കേട്ടോ, അങ്ങോട്ട് പോകണ്ട, ഇത് പോട്ടെ 4000 അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്താവില്ല. ഓക്കെ, അതിന് ഞാൻ യൂട്യൂബ് പരമ്പര ദൈവങ്ങളോട് നന്ദി പറയുന്നു. ഓക്കെ, അപ്പോൾ പ്രവീൺ, അപ്പം എനിക്ക് കമൻസ് വന്നിട്ടുണ്ട്. ചിലരൊക്കെ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് ചോദിക്കുന്നത്, അവർക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. പ്രവീണാണോ? എനിക്ക് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരൊക്കെ പ്രവീണിനോടും ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചാനൽ അങ്ങ് തിരികെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞങ്ങൾ പ്രവീണിൻ്റെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, പ്രവീൺ എനിക്ക് അങ്ങനെ റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നുള്ള ഒരു ഇതാണ്, യൂട്യൂബിന് ഫെയർ കാരണം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനും കാരണം അതാണ്. കാരണം എന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ടാകാം ഇങ്ങനെ ചാനൽ ഫ്രീസായിട്ടോ അല്ലെങ്കിൽ ചാനലിൽ ഇങ്ങനെ കോപ്പിറൈറ്റ് ക്ലെയിം കാരണം അവർക്ക് പോയവരോ അങ്ങനെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇനി നാളെ ഒരു സമയത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ളവരുണ്ട്. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഫെയർ യൂസ് പോളിസി എന്ന് പറഞ്ഞിട്ട് ഒരു പോളിസി ഉണ്ട്, നമ്മളത് മനസ്സിലാക്കണം. എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചത്. നമ്മൾ ഫെയർ ആണ് കാണിച്ചിട്ടുള്ളതെങ്കിൽ, കാരണം ഞാൻ ചെയ്തത് ഫെയർ ആയിരുന്നു, യൂട്യൂബിന്റെ കണ്ണിൽ ഫെയർ ആയിരുന്നു. ഞാൻ അന്നും പറഞ്ഞതാണ്, ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞ കാരണം പ്രവീണിന്റെ ഒരു വീഡിയോ വന്ന സമയത്ത് അതിനകത്ത് പ്രവീൺ പറയുന്ന ഒരു സബ്ജക്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ എടുത്ത് നോക്കാം. പ്രവീൺ സബ്സ്ക്രൈബേഴ്സിനെ കുറ്റം പറയുന്ന ഒരു പോർഷനാണ് അത്. ആസ് എ സബ്സ്ക്രൈബർ എന്ന നിലയ്ക്ക് എനിക്കത് ഫീൽ ചെയ്തു. ഞാൻ ഇപ്പം ഇവരുടെ ഫാമിലി ഇഷ്യൂ വന്ന സമയത്ത് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ്കാരെ റിയാക്ട് ചെയ്തു, ഞാൻ അപ്പോൾ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ഞാൻ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ ആസ് എ സബ്സ്ക്രൈബർ എന്ന നിലയ്ക്ക് അവർ പറഞ്ഞത് സബ്സ്ക്രൈബറിനെയാണ്, അതായത് ഒരു വ്യൂവർ, അതിനകത്ത് കമന്റ്സ് ഇടുന്ന ആൾക്കാർ. അപ്പൊ കമന്റ്സ് ഇപ്പം ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റ്സ് ചേച്ചി ഇട്ടില്ലല്ലോ എന്ന്. അതിൽ കാര്യമില്ല, കമന്റ്സ് ഇടുന്നത് ഇടാതിരിക്കാം, പക്ഷെ നമ്മുടെ മൈൻഡ് അതിനകത്ത് ഇപ്പൊ കമന്റ്സിൽ പോസിറ്റീവും നെഗറ്റീവും കാണും. അതിനകത്ത് പോസിറ്റീവ് നമ്മൾ കമന്റ്സ് എല്ലാവരും വായിക്കുന്നവരാണ്, എഴുതിയില്ലെങ്കിലും വായിക്കുന്നവരാണ്. അപ്പോൾ ഒന്നെങ്കിൽ പോസിറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാരുടെ കൂടെ ആയിരിക്കും നമ്മുടെ മൈൻഡ് പോകുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാരുടെ കൂടെ ആയിരിക്കും. അതെല്ലാം ഏതൊരു വീഡിയോ എടുത്താലും നമുക്ക് അങ്ങനെ തന്നെ ആവും അല്ലേ. നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു തോട്ട് കാണുമല്ലേ. പക്ഷെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കമന്റ് ചെയ്യണമെന്നില്ല, കുറെ ആൾക്കാർ കമന്റ് ചെയ്യും. ഇപ്പൊ എൻ്റെ ഇപ്പം അന്നിട്ട വീഡിയോ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു 2000-3000 കമന്റ്സ് വന്ന് കാണും. അപ്പൊ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ കമന്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യണമെന്നില്ല, പക്ഷെ ഈ കമന്റ് ഇടുന്ന 2000 അല്ലെങ്കിൽ 3000 ആൾക്കാരുടെ ഈ ഏതെങ്കിലും ഒരു പാർട്ടിലായിരിക്കും നമ്മുടെ എല്ലാവരുടെയും മൈൻഡ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായം നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പൊ അത് ഇവർ പറയുന്നതായിട്ട് നമുക്ക് അക്സെപ്റ്റബിൾ ആവത്തില്ല. അതുകൊണ്ടാണ് പ്രവീൺ അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്കത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത്. ചാനൽ ഉള്ളത് കൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, മനസ്സിലായില്ല. അത് സബ്സ്ക്രൈബർ എന്ന നിലയ്ക്കാണ് ഞാൻ ചെയ്തത്. അപ്പൊ സബ്സ്ക്രൈബേഴ്സിനെ പറയുമ്പോൾ നമ്മൾ പറയണമല്ലോ. അപ്പം എന്നെ പോലുള്ള കുറെ ഏതെങ്കിലുമൊക്കെ ആൾക്കാരായിരിക്കുമല്ലോ നെഗറ്റീവ് ഇട്ടത്. പക്ഷെ ഞാൻ ആ മറ്റേ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി എന്നെ പോലെ ഒത്തിരി ആൾക്കാർ കമന്റ് ഇടാത്ത ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം എന്നെ അടുത്ത് വന്ന് പറഞ്ഞ ആൾക്കാർ ചേച്ചി പറയാൻ ഉദ്ദേശിച്ചത്, ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് ചേച്ചി പറഞ്ഞത്. അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഇനി ആ ഒരു സബ്ജക്റ്റ് വീണ്ടും കൊണ്ടുവരുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്ന കുറേ പേരുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പം ഇതുപോലെ തന്നെയാണല്ലോ ഞാനും നെഗറ്റീവ് കമന്റ്സ് അതിനകത്ത് കുറേ പേര് ഇട്ടിരുന്നപ്പോൾ ഞാനും അതുപോലെ തന്നെയാണ് അവർ പറയുന്നത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ അപ്പം നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് യൂട്യൂബിന്റെ പോളിസിക്ക് എതിരല്ല. നമുക്ക് പറയാനുള്ള അവകാശമുണ്ട്,
അത്രയേ ഉള്ളൂ. അല്ലാതെ അവരുടെ വീഡിയോയിൽ അവർക്ക് എന്തും പറയാം, നമുക്ക് തിരിച്ചു പറയാൻ പാടില്ല എന്നുള്ളതില്ല. നിങ്ങൾ ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. എന്നെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ സിന്ധു കൃഷ്ണ, ഹനയുടെ അമ്മ സിന്ധു കൃഷ്ണയുടെ വായിൽ നിന്ന് വീണ ഒരു വാക്കാണ് അത്. എന്തുകൊണ്ട് റിയാക്ഷൻ വീഡിയോക്കാരൊക്കെ ഒത്തിരി അതൊരു പ്രശ്നമാക്കി, അവർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞ ഒരു സെന്റൻസ്. അപ്പോൾ അത് അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ എന്തും വന്നെന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയാനൊന്നും പാടില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് പ്രതികരിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറെ നിങ്ങൾ പറയുന്ന കണക്ക് ഞാൻ ഏതുകൊണ്ട് എന്തൊക്കെ പറയുന്നതെന്നറിയോ, അരി മേടിക്കാൻ കാശില്ല, ഇങ്ങനെയാണോ, അവരെ വിറ്റ് ജീവിക്കുന്നു, ഇവരെ വിറ്റ് ജീവിക്കുന്നു. നിങ്ങൾ ആദ്യം കാര്യം മനസ്സിലാക്കും. നിങ്ങൾ ഓരോരുത്തരെയും പറഞ്ഞതാണ്. ഒരു പക്ഷേ നിങ്ങൾ ആ കുട്ടികളോട് ഇഷ്ടം കൊണ്ടായിരിക്കും. എനിക്കും ഇഷ്ടമായിരുന്നു. നമുക്കിഷ്ടമുള്ള ആൾക്കാരെ മറ്റൊരാൾ വന്ന് കുറ്റം പറയുമ്പോൾ എന്തായാലും നമുക്ക് സഹിക്കത്തില്ല. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം എനിക്കും ഇഷ്ടമാണ്. എനിക്ക് എല്ലാവരും, ആ ഫാമിലി മൊത്തം ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് മറ്റേ ഓപ്പോസിറ്റ് സൈഡിലുള്ളവർ ഇപ്പോൾ അനുഭവിക്കുന്ന കാണുമ്പോൾ നമുക്ക് അവരോടുള്ള ഒരു ഇഷ്ടം കൂടിക്കൊണ്ടുവരുന്നതിന് കാരണം അതാണ്. എന്തായാലും ആ ഒരു സബ്ജക്റ്റ് ഒന്നും ഞാൻ എടുത്തിടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം നിങ്ങൾ അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഈ ഫെയർ യൂസ് പോളിസിയെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം എനിക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മോൻ വന്ന് ഇതിനകത്ത് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനാണിത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു. എനിക്കിങ്ങനെ ഒരു കോപ്പറേറ്റ് സ്ട്രൈക്ക് വന്നു, അയ്യേ മോശമാണ്, ഇനിയിപ്പോൾ അത് കളയാം എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് കളഞ്ഞിരുന്നെങ്കിൽ ചാനൽ പോയേനെ. പക്ഷെ അങ്ങനെയല്ല, അതിനകത്ത് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും അനീഷ് ബ്ലോഗൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അവർക്കും കോപ്പറേറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്ന അനീഷിനൊക്കെ അറിയാമായിരിക്കും. എനിവേസ്, അപ്പോൾ ഇങ്ങനെ ഒരു പോളിസിയൊക്കെ ഉണ്ട്. നമ്മൾ അതെടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് യൂട്യൂബിന് നമ്മളത് കൺവിൻസ് ചെയ്യിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിലുള്ള കോപ്പറേറ്റ് സ്ട്രൈക്ക് മാറി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രവീണിന് ഞാൻ നന്ദി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 3 സ്ട്രൈക്കും ഒന്ന് മാറി തന്നു. ഓൾറെഡി 2 ഉണ്ടായിരുന്നു, അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലെങ്ങും അവർ യൂട്യൂബ് മാറ്റി തന്നു. അപ്പം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. പിന്നെ ആരെങ്കിലും ആ ഒരു ഞാൻ ഇട്ട വിവാദപരമായിട്ടുള്ള വീഡിയോ ഇപ്പോഴും അതിനകത്തുണ്ട്, നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. ഇത് വേറെ അരിമേടിക്കാൻ അങ്ങനെ പറയുന്നതല്ല. കുറേ പേര് അത് കാണാതെ വന്നിരുന്നിട്ട് പറയുന്നു. പിന്നെ ഇതിനകത്ത് ആ നിദാസ്മി ഒരു കമന്റ്, ജൂൺ, അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണോ എനിക്കറിയില്ല, അവരൊക്കെ വന്നിട്ട് ഇത് നമ്മളെയൊക്കെ ഇങ്ങനെ തെറി പറയുന്ന ചീത്ത പറയാനൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, അവരാണ് വന്ന് നിന്നുകൊണ്ട് നമുക്ക് എന്താ പറയാ, നമ്മളൊന്ന് പ്രൊട്ടക്ട് ചെയ്തിട്ട് പോകുന്നത്. ഞാൻ വായിക്കാറുണ്ട്, കമന്റ്സ് വായിക്കാറുണ്ട്, ഞാൻ എല്ലാം വായിക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് അവർക്ക് മാത്രം ലൈക്ക് ചെയ്യുന്നു, ഇവർക്കും അത് നെഗറ്റീവും പോസിറ്റീവ്സും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ലൈക്ക് ചെയ്യാതിട്ടിരിക്കുന്നു. നിങ്ങളിൽ നെഗറ്റീവ്സ് പറഞ്ഞവരും ഞാൻ ലൈക്ക് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. എനിവേസ്, കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു സപ്പോർട്ട് തുടർന്നും എൻ്റെ ചാനലിൽ ഉണ്ടാകണം. ഞാനിപ്പോൾ വീഡിയോ ചെയ്തത് നിങ്ങൾ എനിക്ക് അത്രയും എന്താ പറയുക, എൻ്റെ ചാനൽ പോകുന്നു എന്നറിഞ്ഞ സമയത്ത് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഞാൻ ഒരു വീഡിയോസ് ഒന്നും പോലും ചെയ്യാനായിട്ടോ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ പോലും ഇല്ലായിരുന്നു. 15 ഡേയ്സ് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഇത് ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം നമ്മുടെ പുതിയ സബ്ജക്റ്റുകൾ എടുത്തിട്ട് കഴിഞ്ഞാലും വെറുതെ എല്ലാം കൂടെ അങ്ങ് പോകണ്ടായെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാതിരുന്നത്. അപ്പോൾ എന്നോട് ചിലരൊക്കെ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ സ്കൂളിലെ അനുഭവങ്ങളൊന്ന് പറയാൻ പറ്റുമോ. അതായത് എൻ്റെ സ്കൂളെന്ന് പറയുന്നത് 12ാമത്തെ വർഷം ഇപ്പോൾ റണ്ണിങ് ആണ്. അപ്പോൾ കുഞ്ഞു സ്കൂളാണ്, അത് ഈ പ്ലേ സ്കൂളാണ്. അതായത് LKG UKG അങ്ങനത്തെ കുട്ടികൾ, പ്ലേ സ്കൂൾ. അപ്പം ആ ഏജിലുള്ള കുട്ടികളുള്ള ഏതോ ഒരു പാരൻസ് ആണ് എന്നോട് മെസ്സേജ് അയച്ചത്. അതായത് നമുക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവും. കാരണം ഈ 12 വർഷം എന്ന് പറയുമ്പോൾ ഒരുപാട് പാരൻസുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഡിഫറൻസ് ആയിട്ടുള്ള അവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവർ ഓരോ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെയൊക്കെ എന്ന് പറയുന്നത് അവരുടെ എന്തെല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. അവരുടെ ക്യാരക്ടർ വൈസ് ആയാലും എഡ്യൂക്കേഷൻ വൈസ് ആയാലും എല്ലാം അത് ഓരോ വീട്ടിലും അവർ കൊടുക്കുന്ന ട്രെയിനിങ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പ്ലസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് രണ്ടും ഉണ്ടാവും. ചില കുട്ടികൾക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും. അത് ഞാൻ ആ കുട്ടികളുടെ പാരൻസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരങ്ങനെ ചെയ്തു, മാം ഇങ്ങനെ ചെയ്തു പോയി, അതോ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്, വലിയ കാര്യങ്ങളൊന്നുമല്ല, എന്നാൽ വളരെ സിമ്പിളാണ് അത്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ആ ഒരു 2 വയസ്സ് 3 വയസ്സ് അതിൻ്റെ ഡിഫറൻസിനിടയ്ക്ക് വരുന്ന അവരുടെ ആ തോട്ടിനെ ഒരുപാട് ബാധിക്കുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഞാൻ അത് ആരോ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ചേച്ചി അത് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനത്തെ വീഡിയോസൊക്കെ ആകുമ്പോൾ എനിക്കത് അറിയാമെന്നുള്ളതാണ്, വേറൊന്നും കൊണ്ടല്ല. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ആ കുട്ടികളൊക്കെ, ഈ ഒരു ഏജിലുള്ള കുട്ടികളെ വളർത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് പ്രയോജനകരമായിരിക്കും തോന്നുന്നു. എനിവേസ്, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിനും. അപ്പം എൻ്റെ യൂട്യൂബ് ഇപ്പം
നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇത് റണ്ണിങ്ങിലോട്ട് എന്നെ ഇങ്ങനെ കാണുമ്പോൾ, എൻ്റെ ഫെയറി ഹോം എന്നുള്ള ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പോയിട്ടില്ല എന്ന്. പക്ഷേ ചേച്ചി ചാനലിന് കുഴപ്പമില്ലല്ലോ എന്ന് താഴെ വന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ അതല്ലല്ലോ അതിൻ്റെ ശരി. ഞാൻ വന്ന് ഡയറക്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അല്ലേ. നമ്മൾ പറയണ്ടേ, ഒരാൾ പോവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് തിരികെ കിട്ടിയ കാര്യം പറയാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ അത്രയും ആത്മാർത്ഥത എനിക്കില്ല എന്നല്ലേ അർത്ഥം. സോ അതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അല്ലാതെ ഈ വീണ്ടും ഞാൻ ഈ സബ്ജക്റ്റ് കുത്തിപ്പൊക്കി കൊണ്ട് വന്നതൊന്നുമല്ല. അതെനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരുപാട് പേരോട് പറയണമെന്നുണ്ടായിരുന്നു. ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്താ പറയുക, ആരും അറിയാതെപ്പെടാതിരുന്നൊരു ചാനലാണ്. പക്ഷേ അത് വളരെ പെട്ടെന്ന് കുറേ പേരെങ്കിലും അറിഞ്ഞു, കുറേ പേര് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തു, കുറേ പേര് നമുക്ക് നെഗറ്റീവ്സ് തന്നു. എല്ലാം ഞാൻ നെഞ്ചോട് ചേർക്കുന്നു. ഓക്കെ, എനിവേസ് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.